ഹായ്, ഞാൻ അഡ്വക്കേറ്റ് നിഷ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുട്ടി കസ്റ്റഡി കേസിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട കുടുംബ കോടതിയിൽ കസ്റ്റഡി ആവശ്യപ്പെട്ട് നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ ഈ കേസിന്റെ കൗൺസിലിംഗ് വേളയിൽ തന്നെ നിങ്ങൾ പങ്കാളിയുമായി ഒരു ധാരണയിലെത്തി കുട്ടിയുടെ കസ്റ്റഡിയെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമായിരിക്കും. കാരണം മിക്കവാറും കോടതി കുട്ടിയുടെ സുരക്ഷയെ അല്ലെങ്കിൽ കുട്ടിയുടെ സന്തോഷത്തെ കണക്കിലെടുത്ത് അത്ര നാളും ആരുടെ കയ്യിലാണോ കുട്ടിയുള്ളത് അയാൾക്ക് തന്നെ കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി കൊടുക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ വർഷങ്ങളോളം കേസ് നടത്തിപ്പോയാലും നിങ്ങളുടെ പങ്കാളിയുടെ കയ്യിൽ കുട്ടി സുരക്ഷിതമല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത പക്ഷം മിക്കവാറും നിങ്ങൾക്ക് അനുവദിക്കാൻ പോകുന്ന ഉത്തരവ് ഓണം, ക്രിസ്മസ് ഇത്തരം വിശേഷ അവസരങ്ങളിൽ 15 ദിവസവും സമ്മർ വെക്കേഷൻ സമയത്ത് 1 മാസം കസ്റ്റഡി ഇത്തരത്തിലാണ് മിക്കവാറും കുടുംബ കോടതി ഉത്തരവിടാറുള്ളത്. കൂടാതെ മാസത്തിൽ 1 ദിവസം കോടതി പരിസരത്ത് വെച്ചുള്ള ഇന്ററാക്ഷനും ചിലപ്പോൾ അനുവദിക്കാറുണ്ട്. മിക്കവാറും പെർമനന്റ് കസ്റ്റഡി എന്ന നിലയ്ക്ക് ഈ അവധിക്കാലങ്ങളിലുള്ള കസ്റ്റഡിയാണ് അനുവദിക്കാറുള്ളത്. കൂടാതെ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും വിശേഷാവസരങ്ങളിൽ ഉണ്ടാകുമ്പോൾ 1 ദിവസത്തേക്ക് നിൽക്കാനുള്ള കസ്റ്റഡി ചിലപ്പോൾ ഈ ഉത്തരവിനോടൊപ്പം അനുവദിച്ച് കിട്ടാറുണ്ട്. എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേസ് കൊടുക്കുമ്പോൾ തന്നെ കൌൺസിലിംഗ് വേളയിൽ കേസ് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ വർഷങ്ങളോളം കേസ് നീണ്ടുപോകുന്ന സാഹചര്യം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. കൂടാതെ ഈ ഇന്ററാക്ഷൻ എന്ന പേരിൽ കുട്ടിയെ അവധി ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ കൊണ്ടുവരുമ്പോൾ കുട്ടിക്ക് അത് തികച്ചും ഒരു ടോർച്ചറായി മാറും. അത് കുട്ടിയുടെ പഠനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ ഇപ്രകാരം കേസ് കൊടുക്കുമ്പോൾ കൌൺസിലിംഗ് വേളയിൽ തന്നെ ഭാര്യയോ ഓർ ഭർത്താവിനോടോ ഒരു ധാരണയിലെത്തി കസ്റ്റഡിയെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം വർഷങ്ങളോളം കേസ് നടത്തിക്കൊണ്ടുപോയാലും ചിലപ്പോൾ ഉത്തരവ് ഇപ്രകാരം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. വിശേഷ അവസരങ്ങളിലും സമ്മർ വെക്കേഷനിലും ഓണം, ക്രിസ്മസ് എന്നീ അവസരങ്ങളിലും ഉള്ള കസ്റ്റഡി മാത്രമേ പലപ്പോഴും കോടതി അനുവദിക്കാറുള്ളൂ. പെർമനന്റ് കസ്റ്റഡി ആരുടെ കയ്യിലാണോ കുട്ടിയുള്ളത് അവരുടെ കയ്യിൽ തന്നെ സ്ഥിരപ്പെടുത്തുന്നതിനാണ് സാധ്യത. ആയതിനാൽ കേസിന്റെ സ്റ്റാർട്ടിംഗ് സമയത്ത് തന്നെ ഒത്തുതീർപ്പാക്കി കൊണ്ടുപോയാൽ കുട്ടിയെ ഒരു വലിയ ട്രോമയിൽ നിന്ന്, അതായത് ഈ കോടതിയിൽ വരിക എന്ന ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. അല്ലാത്തപക്ഷം കുട്ടിക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടായി തീരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്